നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലത്തെ ദേശീയ പാതയോരത്തെ കപ്പേള കുത്തിത്തുറന്ന നിലയിൽ. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ടതിന് തട്ടുകട ഉടമയ്ക്കെതിരെ ആക്രമണം നടത്തിയ പ്രതി പോലീസ് പിടിയിലായി. AKTA യൂണിറ്റ് കൺവെൻഷനുകൾ നടത്തി. വാർത്തകൾ വിശദമായി. കയ്പമംഗലം ബോർഡ് സെന്ററിൽ കപ്പേള കുത്തിത്തുറന്ന നിലയിൽ. ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിനടുത്തുള്ള വേളാങ്കണ്ണി മാത കപ്പേളയാണ് കുത്തിത്തുറന്നിട്ടുള്ളത്. കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയുടെ കീഴിലുള്ളതാണ് കപ്പേള. മുൻഭാഗത്തെ ഗ്ലാസ് ഡോറിന്റെ ലോക്ക് തകർത്തിട്ടുണ്ട്. ഗ്ലാസ് ജനലും തുറന്ന നിലയിലായിരുന്നു. രാവിലെ സ്ഥലത്തെത്തിയ പരിസരവാസിയാണ് കപ്പേള കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരത്തിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഹരിനന്ദനൻ ആണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി 8ഓടെയാണ് സംഭവം. എരവേലി സുനിൽകുമാർ ചേർക്കരയിൽ തണുത്തുന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരമാണ് കാരണം. അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സുനിൽകുമാറിനെ ആക്രമിച്ച സംഭവത്തിനാണ് പോലീസ് കേസെടുത്തത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഹരിനന്ദനൻ എന്ന് പോലീസ് പറഞ്ഞു. സ്റ്റേഷൻ SHO അനിൽകുമാർ, SI എബിൻ ഉണ്ണി, ഭരതനുണ്ണി എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ ചെമ്മാപ്പള്ളി യൂണിറ്റ് കൺവെൻഷൻ പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ വെച്ച് നടന്നു. ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ വിജയകൃഷ്ണൻ കപ്പയാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 3.25 ലക്ഷത്തോളം മെമ്പർമാരുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന തന്നെയാണ്. അത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. കാരണം എല്ലാ തലത്തിലും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് മെമ്പർമാരുടെ എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ഒരേ കാഴ്ചപ്പാടിലൂടെ കണ്ടുകൊണ്ട് രാഷ്ട്രീയ കക്ഷി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘടന കെട്ടുറപ്പുള്ള സംഘടനാ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കുന്നത്. 14 ജില്ലകളിൽ കൃത്യമായി ഓഫീസ് പ്രവർത്തനം നടത്തുകയും താഴെ തട്ട് മുതൽ സംഘം, യൂണിറ്റ്, ഏരിയ, ജില്ല, സംസ്ഥാനം എന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും സംഘടനാ സംവിധാനത്തിൽ നേതൃത്വ നിരയിലുള്ളവർ കൃത്യമായി ബോധമുള്ളവരും കൃത്യമായ രീതിയിൽ മെമ്പർമാരിലേക്ക് വിഷയങ്ങളെ എത്തിക്കുന്നതിനൊക്കെ ഏറെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് KB അശോകൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സിഷ ഷാജി റിപ്പോർട്ടും ട്രഷറർ സ്മിത പ്രദീപ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി, ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, ഷൈനി, ചാന്ദിനി എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയായി ഉയർത്തണമെന്ന് പ്രമേയത്തിലൂടെ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പുതിയ കമ്മിറ്റി അംഗങ്ങളായി പ്രസിഡന്റ് KB അശോകൻ, സെക്രട്ടറി സുബിത രവി, ട്രഷറർ സിഷ ഷാജി എന്നിവരെ തെരഞ്ഞെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. കാളമുറി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ AICC സെക്രട്ടറി TN പ്രതാപൻ പ്രകാശനം നിർവഹിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. KB അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ CJ പോൾസൺ, KF ഡൊമിനിക്, നേതാക്കളായ PT മുജീബ്, PK നജിമുദ്ദീൻ, UY ഷമീർ, ജിനുബ് അബ്ദുറഹ്മാൻ, CJ ജോഷി, അനസ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ജനങ്ങളാണ് ജനാധിപത്യത്തിലെ തമ്പുരാക്കൻ. ജനപ്രതിനിധികൾ കേവലം സേവകന്മാർ മാത്രമാണ്. ജനങ്ങളെ സേവിക്കാനുള്ള സേവകന്മാരാണ്. സാധാരണ പലപ്പോഴും ഉണ്ടാകാറ് ജനാധിപത്യത്തിൽ ജനപ്രതികൾ യജമാനന്മാരും ജനങ്ങൾ സാധാരണ കരമായി മാറും. നേരെ വിപരീതമാണ് നമ്മുടെ ആശയം. ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് അതാണ്.
ജനാധിപത്യ ജനങ്ങൾ യജമാനന്മാരായി കാണുക, ജനപ്രതിനിധികൾ സേവകന്മാരായി കാണുക. അല്ലാണ്ട് ജനപ്രതിനിധികൾ തമ്പുരാക്കന്മാരും ജനങ്ങൾ പിന്നെ അതിനെ താഴെ കിടക്കുന്ന ചില ആളുകളും എന്ന രീതിയിൽ മാറാതെ ജനങ്ങളാകുന്ന തമ്പുരാക്കന്മാരെ സേവനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സേവകന്റെ ചുമതല മാത്രമേ ജനപ്രതിനിധിക്കുള്ളൂ. കേവലം 5 വർഷത്തെ ഒരു താൽക്കാലികമായ ഇന്ററിം അറേഞ്ച്മെന്റാണ് ഒരു പഞ്ചായത്ത് മെമ്പർ. LDF എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. CV സെന്ററിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി പുളിഞ്ചോട് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സർവ മേഖലകളിലും ഈ ഗവൺമെന്റ് കാഴ്ചവെച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ അത് തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. BJP ആണ് ഭൂരിപക്ഷം സ്റ്റേറ്റുകളും ഭരിക്കുന്നത്. കോൺഗ്രസ് ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഈ സ്റ്റേറ്റുകളിലൊന്നും കാണാത്ത ജനകീയമായ ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. എന്തുകൊണ്ടാണ്? ഇടതുപക്ഷത്തിൻ്റെ നയപരമായ തീരുമാനങ്ങളാണ് അതിന് കാരണം. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒക്ടോബർ മാസം പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേർക്ക്. PK ഷാജു അധ്യക്ഷനായി. ED ടൈസൺ MLA, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, TP രഘുനാഥ്, മഞ്ജുള അരുണൻ, അമൽ T പ്രേമൻ, KS ജയ, AV സതീഷ്, ഷീന വിശ്വൻ, KC ശിവരാമൻ, MM ഗിരീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ദേശീയ സ്കൂൾ ഗെയിംസ് നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കുന്ന ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ VN നിവേദിക്ക് യാത്രയയപ്പ് നൽകി. ഡിസംബർ 11 മുതൽ 17 വരെ ഡൽഹിയിൽ വെച്ചാണ് ദേശീയ സ്കൂൾ നീന്തൽ മത്സരം നടക്കുന്നത്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വിവിധ വിഭാഗങ്ങളിലായി സ്വർണവും വെള്ളിയും നേടിക്കൊണ്ടാണ് നിവേദ്യ ദേശീയ മത്സരത്തിലേക്ക് അർഹത നേടിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, അധ്യാപകരായ ബിജു മോഹൻ ബാബു, TN സിജിൽ, KR ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവതി നിതീഷിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ജന്മം നൽകിയിട്ടുണ്ട്. അവരിൽ പലരും പല മേഖലകളിലും ഏറെ പ്രശസ്തരുമാണ്. പക്ഷേ ഇന്ത്യൻ മേഖലയിൽ അങ്ങനെ ഇത് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അത് നിവേദിതയും പാർവതിയും ഒക്കെ നമ്മുടെ സ്കൂളിൽ വന്നു ചേർന്നതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു അസുലഭ ഭാഗ്യമാണ്. ദേശീയ തലത്തിലൊക്കെ നമ്മുടേതുപോലെയുള്ള പിന്നോക്ക പ്രദേശത്തുള്ള സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് എത്തിപ്പെടാൻ കഴിയുക വളരെ പ്രയാസം ആണ്. കാരണം എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ ടൗണുകളിലൊക്കെ എല്ലാ സംവിധാനങ്ങളോടും കൂടി പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള അവരോട് മത്സരിച്ചാണ് ഇവരൊക്കെ ഇവിടെ വരെ എത്തുന്നത്. ഇടവേള.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന്റെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ പൊതുയോഗം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. PB അഷറഫ അധ്യക്ഷനായി. വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK തോമസ് മാസ്റ്റർ, മുൻ പഞ്ചായത്ത് മെമ്പർ കൃഷ്ണവേണി പ്രമോദ്, സ്ഥാനാർത്ഥികൾ ശൈലജ ജയലാൽ, രാജൻ പട്ടാട്ട്, തെരഞ്ഞെടുപ്പ് വാർഡ് കമ്മിറ്റി സെക്രട്ടറി സീന ചന്ദ്രൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വാർഡ് പ്രസിഡന്റ് PS ഷിനോജ്, PV ഗണേഷ്, കൃഷ്ണൻ കല്ലറക്കൽ, മുരളി മാങ്കൂട്ടത്തിൽ, പോക്കാക്കില്ലത്ത് ഖാദർ, ഷെർലി മുരളീധരൻ, ഷീല രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാനപ്പെട്ടൊരു കാര്യം പറയേണ്ടായി. നമ്മുടെ ഇടമുട്ടം സെൻറ്ററുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രോഗികളെ സഹായിക്കുന്ന ഭാഗമായി ഡയാലിസിസ് നടക്കുന്ന ആ ആസ്പത്രിയിൽ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗികൾക്ക് വന്നു പോകാനും അതുമായി ബന്ധപ്പെട്ട യാത്രാ സൗകര്യം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വാഹനം കൂടി നമ്മുടെ രോഗികൾക്കായി സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആ വാഹനമാണ് പ്രധാനമായി നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് സഹായമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നമുക്ക് മുന്നിൽ കാണാനുള്ളത്. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തി. പീഡനക്കേസിൽ പ്രതിയായ ബാങ്ക് ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇൻഷാദ വലിയകത്ത്, സലീം പോക്കാക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെറും ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് DYFIയുടെ ഈ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നു. 3 ദിവസം മുമ്പാണ് സമരം നടന്നത്. ഇന്നലെ ആ സമരം നടത്തിയ നേതാവ് പാവപ്പെട്ട 23 വയസ്സ് പ്രായമുള്ള വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ അതിരപ്പിള്ളിയിലും വിവിധ ഇടങ്ങളിലും കൊണ്ടുപോയി നിരന്തരമായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ താന്യം യൂണിറ്റ് കൺവെൻഷൻ പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ വെച്ച് നടന്നു. ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ വിജയകൃഷ്ണൻ കപ്പിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽകുമാർ PV അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സജി സന്തോഷ് റിപ്പോർട്ടും ട്രഷറർ വിജി സുന്ദരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി, ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ്, വിജയ PS, ശ്രീദേവി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയായി ഉയർത്തണമെന്ന പ്രമേയത്തിലൂടെ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പുതിയ കമ്മിറ്റി അംഗങ്ങളായി പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി സജി സന്തോഷ്, ട്രഷറർ വിജി സുന്ദരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. അപേക്ഷയുടെ കാര്യത്തിലായാലും ലഭിക്കുന്ന കാര്യത്തിലായൊക്കെ നമുക്ക് വരുന്നുണ്ട്. കാരണം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറയുണ്ടായി, ഇത്തവണത്തെ മെമ്പർഷിപ്പ് 12 മെമ്പർഷിപ്പ് കൂടിയുണ്ടായി. അതുപോലെ തന്നെ അത്ര തന്നെ മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ട്. സംഘടനയെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാതെ സംഘടനയിലേക്ക് വരുന്നവരാണ് ഈ കൊഴിഞ്ഞുപോക്കിന്റെ കാരണക്കാരൻ. കൃത്യമായി സംഘടനയെക്കുറിച്ച് മെമ്പർമാരിലേക്ക് എത്തിക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ് മെമ്പർമാർ പലപ്പോഴും കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്നത്. ഒരു അനുശയത്തിന് മെമ്പർഷിപ്പ് എടുത്ത് സംഘത്തിലും യൂണിറ്റിലൊക്കെ അംഗമായി കൃത്യമായി പ്രവർത്തിച്ചു വരികയും 1 വർഷം കഴിയുന്നതിന് മുമ്പേ ആ മെമ്പർമാർ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഇപ്പൊ സ്ഥിരമായി കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരറുതി വരുത്തേണ്ടതുണ്ട്. കാരണം മെമ്പർഷിപ്പ് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി സംഘവുമായി കൃത്യമായി സഹകരിച്ച് പോകണമെന്നുള്ള ഒരു ബോധ്യം കൂടി അവർക്ക് ഉണ്ടാക്കിയെടുത്താൽ
ക്ഷേമത്തിൽ പൊഴിയുന്നത് ഏറെക്കുറെ പരിഹാരമാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ. BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞാണി സെന്ററിൽ ചേർന്ന യോഗം BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. താന്യം ഡിവിഷൻ NDA സ്ഥാനാർത്ഥി കൃഷ്ണനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കാണാട്ട അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന 26 സ്ഥാനാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. BJP സിറ്റി ജില്ലാ സെക്രട്ടറിയും അന്തിക്കാട് ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ EP ഝാൻസി, മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി, മണലൂർ പഞ്ചായത്ത് സെക്രട്ടറി സിബി ചവറാട്ടിൽ, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ, സിറ്റി ജില്ലാ കർഷക മോർച്ച സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ, CS അനിൽകുമാർ, മായ, ഗോപിനാഥൻ കൊച്ചത്ത്, KP പ്രസീത, PK ലാൽ, ബാലൻ പുളിയമ്പ്ര, രതീഷ് കൂനത്ത്, കൃഷ്ണേന്ദു ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. ഈ മണലൂർ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകയും ഇതിനകത്ത് വരുന്നു. അവിടെയൊക്കെ നിരവധി വർഷങ്ങളായിട്ട് ഇവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇടതുപക്ഷമുണ്ട്, ഒപ്പം വലതുപക്ഷം, ഒട്ടും കുറവിലല്ല സാറന്മാര്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള 3 കാര്യങ്ങൾ എന്താ? ഒന്ന് പറഞ്ഞേ. 1 വെള്ളം, 2 റോഡ്, 3 അന്നം. ഈ കാര്യങ്ങളിൽ ഇവരെടുത്ത തീരുമാനമുണ്ട്. അതാണല്ലോ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് NDAക്ക് വോട്ട് ചെയ്യണമെന്ന് BJPക്കാർ പറയുന്നു, എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നു, എന്തുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയും. ഞങ്ങൾ ഈ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള അന്നം, വെള്ളം, വെളിച്ചം, ആരോഗ്യം, തൊഴിൽ, പാർപ്പിടം ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി തരാമെന്ന് പറഞ്ഞു മോദി സർക്കാർ, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. 2014 അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത 11 കൊല്ലാവാറായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF വാടനപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KR സീത ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി MB പ്രസാദ അധ്യക്ഷനായി. B മുരളീധരൻ, DYFI മേഖല ജോയിന്റ് സെക്രട്ടറി അസീബ അസീസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് നുണയല്ല. അതിന്റെ അനുഭവ സമ്പത്തുള്ള അനുഭവസ്ഥരായ ആളുകൾ ഈ പരിസരത്തുണ്ടാകുമെന്ന് എനിക്ക് അറിയാം. ആ ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, മരുന്നില്ല, നേഴ്സില്ല, മലിഞ്ഞ സൂചിയില്ല, പഞ്ഞിയില്ല. ഈ എന്താ പറയുന്നത്, പാരസെറ്റമോൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നോക്കുമ്പോൾ എലിയും അതുപോലെ തന്നെ നായയും പൂച്ചയും ഒക്കെ അല്ലേ സർക്കാർ സ്കൂളുകളിൽ അങ്ങനെ കിടന്നിരുന്നത്. അങ്ങനെ സർക്കാർ സ്കൂളുകൾ വിക്ഷത്തിലേക്ക് അല്ല ശ്രമങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നത്. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്.
ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദിക് ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപ്രയ. വാർത്തകൾ തുടരുന്നു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വെച്ച് നടന്ന അതിരൂപതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇടവക കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ ആശീർവാദ കർമ്മവും താക്കോൽദാനവും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, സഹവികാരി ഫാദർ അജിത്ത് ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വടനപ്പള്ളി മണ്ഡലം UDF കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി നടത്തി. വടനപ്പള്ളി സെന്ററിൽ നടന്ന പൊതുയോഗം KPCC സെക്രട്ടറിയും മുൻ DCC പ്രസിഡന്റുമായ ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് UDFും LDFും തമ്മിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പേരിന് BJP മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. സാധാരണക്കാരുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു മുന്നണി കേരളം ഭരിക്കുമ്പോൾ പട്ടിണിപ്പാവങ്ങളുടെ പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളം ഭരിക്കുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറി എന്ന് പറഞ്ഞാൽ 1% പോലും അതിശോക്തിയില്ല. ഇതുപോലെ അപമാനകരമായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജനജീവിതം സ്തംഭിപ്പിക്കുന്നവരായി ഭരണാധികാരികൾ മാറുമ്പോൾ ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ഈ നാട് കൊള്ളയടിക്കുന്ന, അഴിമതി മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളായി സഖാവ് പിണറായി വിജയന്റെ ഭരണം മാറുമ്പോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഈ സർക്കാർ ആർക്ക് വേണ്ടി, ഈ സർക്കാർ എന്തിനു വേണ്ടി? അതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം ഹാറൂൺ റഷീദ് മുഖ്യ പ്രഭാഷണം നടത്തി. സിദ്ദിഖുൽ അക്ബർ, CI സെബാസ്റ്റ്യൻ, സനോഫൽ, ദീപൻ മാസ്റ്റർ, PM ഷെരീഫ്, സുബൈദ മുഹമ്മദ്, മുൻഷാർ, ഹാഷിം മുഹമ്മദ്, AY ഹർഷാദ്, KV സിജിത്ത്, RA നാസർ, CM ശിവപ്രസാദ്, CM രഘുനാഥ്, NJ സേവ്യർ, അഹമ്മദ് ഉണ്ണി, ഉസ്മാൻ, മുസ്ലിം ലീഗ് നേതാക്കളായ രജനി കൃഷ്ണാനന്ദ്, UDF ബ്ലോക്ക് സ്ഥാനാർത്ഥികളായ CM നൌഷാദ്, സിരി സന്തോഷ്, സുന സന്തോഷ്, ഹസീന താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മണലൂർ സേവാഭാരതി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് തലചായ്ക്കാനൊരിടം പദ്ധതി പ്രകാരം പാവപ്പെട്ട കുടുംബത്തിന് അന്തിയുറങ്ങാൻ വീടൊരുക്കി. മണലൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിലെ പറത്താട്ടിൽ പരേതനായ രാജീവിന്റെ ഭാര്യ സുധയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചത്. ഇവർക്ക് ഇനി പേടികൂടാതെ അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിയാം. ഗൃഹസമർപ്പണവും വീടിന്റെ താക്കോൽ ദാനവും ഡിസംബർ 8 തിങ്കളാഴ്ച രാവിലെ 9:30 അഡ്വക്കേറ്റ് യുരഗ്രാമ പണിക്കർ നിർവഹിക്കുമെന്ന് മണലൂർ സേവാഭാരതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, സെക്രട്ടറി സൂര്യനാരായണൻ കെ ശാന്തകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സേവാഭാരതിയുടെ ജില്ലയിലെ ആദ്യത്തെ വീടാണ് മണലൂരിൽ നിർമ്മിച്ചത്. 4 ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് സഹായമായി നൽകിയത്. താക്കോൽദാന ചടങ്ങിൽ മണികണ്ഠനാചാരി വെങ്കിടങ്ങ്, അഡ്വക്കേറ്റ് സോമകുമാർ, ഡോക്ടർ ML സജീവ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കരയമട്ടം UP സ്കൂൾ സ്ഥാപക മാനേജർ TV നാരായണൻ മാസ്റ്ററുടെ അനുസ്മരണവും നടന്നു. കരയാമട്ടം UP സ്കൂളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക M സിന്ധു ആമുഖ പ്രസംഗം നടത്തി. മുൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ദിലീഷ് തയ്യൽ മുഖ്യാതിഥിയായി. മുൻ വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ, കരയാമട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, മുൻ പ്രധാനാധ്യാപികമാരായിരുന്ന M ഭവാനി, ആലിസ് അഗസ്റ്റിൻ സ്കൂൾ രക്ഷാധികാരി ശശി തയ്യൽ, അധ്യാപകനായ പ്രത്യൂഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സദ്യയും നടന്നു. തീരദേശ മേഖലയിൽ അറിവിൻ്റെ വെള്ളി വെളിച്ചം വിതറിയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്കൂളിൻ്റെ സ്ഥാപക മാനേജർ TV നാരായണ മാസ്റ്ററുടെ 28ാമത് ചരമവാർഷികമാണ് നമ്മളിവിടെ ആചരിക്കുന്നത്. നമ്മുടെ കരയാമട്ടം UP സ്കൂൾ സ്ഥാപിച്ചിട്ട് ഏകദേശം 100 വർഷം കഴിഞ്ഞു. അടുത്ത കാലത്താണ് അതിൻ്റെ നമ്മളെ വാർഷികം അവസാനിച്ചത്. നമുക്കറിയാം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ തീരദേശ മേഖലയിൽ കരയാമട്ടം എന്ന കൊച്ചു പ്രദേശത്ത്
ഒരു സ്കൂൾ സ്ഥാപിക്കുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു ജോലിയായിരുന്നു. അവിടെയാണ് ദിവ്യ നാരായണ മാസ്റ്ററുടെ മഹത്വം നാം മനസ്സിലാക്കുന്നത്. കാരണം അന്ന് ഈ പ്രദേശങ്ങളിൽ സ്കൂളുകളില്ല. ഇന്നാണെങ്കിലോ ഒരുപാട് സ്കൂളുകളായി. ആ കാലഘട്ടത്തിൽ ഈ സ്കൂൾ സ്ഥാപിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വലപ്പാട് ബീച്ച് വളവത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവവും സർപ്പബലിയും നടന്നു. രാവിലെ ഗണപതി ഹോമം, നവ കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, ഗുരുമുത്തപ്പന കളം, വൈകിട്ട് സർപ്പബലി, ദീപാരാധന, രാത്രി ദേവിക്ക് കളം, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി നിതിൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് VP സന്തോഷ്, സെക്രട്ടറി VH ഹരീഷ്, ചെയർമാൻ VK ബാലൻ, ഭാരവാഹികളായ VC വേലായുധൻ, VS സത്യൻ, VM ശശി, VK മോഹൻദാസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലത്തെ ദേശീയപാതയോരത്തെ കപ്പേള കുത്തിത്തുറന്ന നിലയിൽ. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ടതിന് തട്ടുകട ഉടമയ്ക്കെതിരെ ആക്രമണം നടത്തിയ പ്രതി പോലീസ് പിടിയിലായി. AKTA യൂണിറ്റ് കൺവെൻഷനുകൾ നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.